ഐഷി ഘോഷിന്റെ വാറന്റിന് സ്റ്റേ വന്നിരിക്കുന്നു. ശ്യാം ദേവരാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശ്യാം, വിവരങ്ങൾ. ഐഷെ ഘോഷിന് വലിയ ആശ്വാസകരമായ നടപടിയാണ് ഡൽഹി പട്യാല നഗർ കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ഐഷെ ഘോഷിന്റെ വാറണ്ട്, ജാമ്യമില്ലാ വാറണ്ട് നേരത്തെ കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ദില്ലി പോലീസ് എത്തിയിരുന്നത്. ഈ കേസിലാണ് ഐഷിക്ക് ആശ്വാസകരമാകുന്ന നടപടി കോടതിയിൽ നിന്നുണ്ടാക്കുന്നത്. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാണ് ഐഷി ഘോഷ്. ഐഷി ഘോഷ് മുൻകൂർ ജാമ്യം തേടിയാണ് പട്യാല ഹൗസ് കോടതിയെ സമീപിച്ചിരുന്നത്. അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണമെന്നായിരുന്നു ഐഷി ഘോഷിന്റെ ആവശ്യം. എന്തായാലും ഈ ആവശ്യത്തിൽ കോടതി ഈ വാറണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട്. AKG ഭവനിൽ ഇന്നലെ നടന്നത്, അതായത് CJPയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ചും SFI ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ വളരെ വലിയ പ്രതിഷേധം CJPക്കൊപ്പം നടത്തിയിരുന്നു. ഇതിന്റെ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസം തയ്യാറായത്. ഡൽഹിയിലെ CPMന്റെ ആസ്ഥാനമായ AKG ഭവനിലേക്ക് കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് എത്തുകയായിരുന്നു. ഇത് എത്തുന്നത് സ്വകാര്യ വാഹനത്തിലാണ്. യൂണിഫോമും നെയിം പ്ലേറ്റും ഇല്ലാതെയാണ് ഈ രീതിയിൽ പോലീസ് എത്തുന്നത്. അങ്ങനെയുള്ള പോലീസ് സംഘം ഐഷി ഘോഷിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഇടപെടുകയും കടുത്ത പ്രതിഷേധം ഉയർത്തുകയും ശ്രമിച്ച സാഹചര്യത്തിലാണ് ഈ പോലീസ് അവിടെ നിന്ന് വിട്ടുമാറിയത്. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഐഷി ഘോഷ് നേരെ പട്യാല നഗർ കോടതിയെ സമീപിക്കുന്നത്. പട്യാല നഗർ കോടതിയെ സമീപിക്കുമ്പോൾ ഈ വാറണ്ട് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് ഉയർത്തുകയും ചെയ്തത്. ആ വാറണ്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഉയർത്തുന്നു. ആ ആവശ്യം കോടതി അംഗീകരിക്കുന്നു, താൽക്കാലികമായി അംഗീകരിക്കുന്നു. ഐഷിക്ക് ആശ്വാസകരമാകുന്ന നടപടി പട്യാല നഗർ കോടതിയിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള ഈ വാറണ്ട്, ഡൽഹി പോലീസ് നൽകിയ വാറണ്ട് കോടതി സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജാമ്യമില്ല വാറണ്ടാണ് പുറപ്പെടുവിച്ചിരുന്നത്. ആ വാറണ്ടാണ് കോടതി സ്റ്റേ ചെയ്യുന്നത്. അടുത്ത ഹിയറിംഗ് നടപടികൾ ആരംഭിക്കുന്നത് വരെയാണ് സ്റ്റേ. അതായത് ഇത് ഈ മാസം 30-ന്, അതായത് അടുത്ത ദിവസം അടുത്ത ദിവസം നാളെ തന്നെ വാദവും കേൾക്കും. നാളെ വാദം കേൾക്കുന്നത് വരെയാണ് സ്റ്റേ. ദില്ലി പോലീസിന് കനത്ത തിരിച്ചടിയാണ് ഈ നടപടി. ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു വാർത്തയാണിത്. ദില്ലി പോലീസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകുന്ന നിലപാട് ഈ പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് വരുന്നു. ഐഷിക്കെതിരായ വാറണ്ട് കോടതി സ്റ്റേ ചെയ്യുന്നു. ദില്ലി പട്യാല ഹൗസ് കോടതിയാണ് സ്റ്റേ ചെയ്യുന്നത്. അടുത്ത ഹിയറിംഗ് വരെയാണ്. ഹിയറിംഗ് നാളെയാണ് നടക്കുക. ആ ഹിയറിംഗ്, അതായത് വാദം കേൾക്കാൻ നാളെ തീരുമാനിച്ചിട്ടുണ്ട്. നാളെയാണ് വാദം കേൾക്കുക. നാളെ വാദം കേൾക്കുന്നത് വരെയാണ് ഈ സ്റ്റേ നൽകിയിട്ടുള്ളത്. അത് ഐഷിയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്ന നടപടിയാണ്. എന്തായാലും ഐഷി ഘോഷിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് ശ്രമിച്ചിരുന്നു. അങ്ങനെ ദില്ലി പോലീസ് ശ്രമിക്കുമ്പോഴാണ് അതിനെതിരെ ഐഷി ഇന്ന് കോടതിയെ സമീപിക്കുന്നത്. ആ നോൺ ബെയിലബിൾ വാറണ്ട്, അതായത് ജാമ്യമില്ലാ വാറണ്ട് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നത് ഐഷി ഘോഷിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ദില്ലി പോലീസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി കൂടിയാണ്. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും ഡൽഹി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയും കൂടിയാണ് ഐഷി ഘോഷ്. ഐഷി ഘോഷിനെ കഴിഞ്ഞ ദിവസം AKG ഭവനിലെത്തിയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആ നടപടികൾക്കാണ് കോടതി ഇതോട് തടയിടുന്നത്. അതായത് നേരത്തെ നൽകിയ ജാമ്യമില്ലാ വാറണ്ട് കോടതി സ്റ്റേ ചെയ്യുകയാണ്. പട്യാല ഹൗസ് കോടതിയാണ് സ്റ്റേ ചെയ്യുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ നാളെ വാദം കേൾക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ വാദം കേൾക്കുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ദില്ലിയിൽ നിന്നും നോബൽ മാരിക്കാരൻ കൂടി ചേരുകയാണ്. നോബൽ, പാർട്ടി ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ദില്ലി പോലീസിന്റെ നീക്കം, അതിനുശേഷം വീണ്ടും AKG ഭവനിൽ തങ്ങിയിരുന്ന ഐഷിയെ തേടി രാത്രിയും വീണ്ടും വൈകിയും മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവർക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. പൊതുമധ്യത്തിൽ തന്നെ ഉണ്ടായിരുന്ന, സമരമുഖത്തുണ്ടായിരുന്ന ഐഷി ഘോഷിനെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസിൽ അവരെ വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന് രാജ്യമൊട്ടാകെ, പ്രത്യേകിച്ച് CPIM അടക്കം ഈ വിഷയം വലിയ രാഷ്ട്രീയായുധമാക്കുന്ന ഘട്ടത്തിൽ ദില്ലി പോലീസിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. റോഷി, ദില്ലി പോലീസിന് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയും ഐഷിക്ക് വലിയ ആശ്വാസവുമാണ് എന്താണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 2021 കേസാണ്. ഈ കേസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ CJP പ്രതിഷേധത്തിൽ സജീവമായി തന്നെ ഐഷി ഘോഷ് പങ്കെടുത്തതിന് പിന്നാലെ വീണ്ടും ദില്ലി പോലീസ് സജീവമാക്കുകയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമടക്കം ഇന്നലെ നടത്തുകയും ചെയ്ത് അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ SFI കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ ഈ
വാറണ്ട് സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നാളെ വിശദമായി തന്നെ ഇതിൽ വാദം കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് ഏറെ വൈകിയും പ്രത്യേകിച്ച് വൈകിട്ട് ഇന്നലെ പോലീസ് AKG ഭവനിൽ എത്തിയിരുന്നു. അതിനുശേഷം രാത്രിയിലും മഫ്തിയിലൊക്കെ പോലീസ് സാന്നിധ്യം AKG ഭവന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നുമാണ് CPM ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇന്നലെ നമ്മൾ അവിടെ എത്തുമ്പോൾ പ്രധാനമായും മഫ്തിയിലെത്തിയ പോലീസുകാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നെയിം കാർഡ് ഇല്ലാത്ത പോലീസുകാരുണ്ടായിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ പോലുമല്ല പോലീസ് ഇന്നലെ AKG ഭവനിൽ എത്തിയത്. AKG ഭവന്റെ ഉള്ളിൽ പോലീസ് കയറുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. അത്തരത്തിൽ അസാധാരണ നീക്കം ദില്ലി പോലീസ് ഇന്നലെ ഐഷിക്കെതിരെ നടത്തി എന്ന യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും കോടതിയിൽ നിന്ന് ഇപ്പോൾ ഐഷിക്ക് ആശ്വാസം കിട്ടുന്നതോടെ ദില്ലി പോലീസിന് ഇനിയിപ്പോൾ അടിയന്തരമായി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ കടക്കാൻ കഴിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ നിയമ പോരാട്ടമാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ നടക്കുകയും ചെയ്തത്. ദില്ലി പട്ടിയാല കോടതി ഇത്തരത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം ഇങ്ങനെ സ്റ്റേ നൽകുകയായിരുന്നു. ഇതൊരു കൊലപാതകവും അല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യദ്രോഹവും അത്തരത്തിൽ വലിയ കേസൊരു സമരവുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിലാണ് ഇങ്ങനെ നടപടിയുമായി പോലീസ് എത്തിയത്. സ്വാഭാവികമായി CJP വിഷയത്തിൽ ഐഷി സജീവമായി ഉണ്ടായിരുന്ന നേതാവാണ്. അതിനുള്ള ഒരു പ്രതികാര നടപടി മാത്രമായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഐഷിക്ക് നിലവിൽ ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ദില്ലി പോലീസിന്റെ ഈ പറഞ്ഞ അറസ്റ്റ് വാറണ്ട് കോടതി തന്നെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ എന്താണെങ്കിലും സ്റ്റേ ചെയ്തിരിക്കുന്നു. വിശദമായി നാളെ ഇതിൽ വാദം കേൾക്കും. ഓൺലൈനായി ഐഷി ഘോഷ് ഇപ്പോൾ ഈ ഹിയറിംഗ് ഹാജരായി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണെങ്കിലും വലിയ ആശ്വാസം ഐഷിയെ സംബന്ധിച്ച് ദില്ലി പോലീസിന് കനത്ത തിരിച്ചടിയും. നോബൽ, ഇതിപ്പോ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയമാണ്. നമ്മൾ കണ്ടതാണ് പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർന്ന് പോരടിക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടതാണ്. CPIM ഇതിനെ വലിയ രാഷ്ട്രീയായുധമാക്കുന്ന സമയമാണ്. സുപ്രീം കോടതിയുടെ വരെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദിവസങ്ങളോളം സമരമുഖത്തുണ്ടായിരുന്ന ആ സമര നേതൃത്വങ്ങളിൽ പോലും ഒരാളായിരുന്ന ഐഷി ഘോഷിനെതിരെയുള്ള പോലീസിന്റെ നടപടി, അതും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വേട്ടയാടൽ എന്തിനാണ് എന്നുള്ള ചോദ്യം പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് നോബൽ. തീർച്ചയായും റോഷ്നി, ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള സമയമാണ്. ഒരു വശത്തെ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് മേൽ മുട്ടിമുറക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയ തിരിച്ചടി സർക്കാരിന് ഉണ്ടായി. ആ തിരിച്ചടിയുണ്ടായ സമരത്തിൽ മുൻനിരയിൽ ഐഷി ഘോഷ് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് പോലീസിനെ ഇന്നലെ AKG ഭവനിൽ എത്തിക്കാനുള്ള പ്രധാന കാരണം. പ്രത്യേകിച്ച് ഐഷി ഘോഷ് അടക്കമുള്ളവരാണ് അബ്ജിത് ദീപ്കെ അടക്കമുള്ളവർക്കൊപ്പം വലിയ പ്രതിഷേധം ജന്തർ മന്ദിർ കാഴ്ചവെച്ചത്. ഒപ്പം SFI സമരവേദിയിൽ ഐഷി നിരാഹാരം അടക്കം അനുഷ്ഠിക്കുകയും കോടതിക്ക് മുന്നിൽ നിന്ന് അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇപ്പോൾ വാറന്റ് സ്റ്റേ ചെയ്തത് ദില്ലി പട്യാല കോടതിയാണ്. അടുത്ത ഹിയറിംഗ് വരെയാണ് കോടതി സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഈ തീരുമാനം അത് എന്തൊക്കെ ഘടകങ്ങൾ മുന്നിൽ കണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? കോടതിയിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു അഭിനന്ദ്? റോഷ്നി, അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഹർജി പരിഗണിക്കണമെന്നായിരുന്നു അഭിഭാഷകൻ അടക്കം ദില്ലി പട്യാല കോടതിയെ അറിയിച്ചത്. ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കേസെടുത്തു. ഇപ്പോൾ വാറന്റ് സ്റ്റേ ചെയ്തതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ഐഷിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. 2021 രജിസ്റ്റർ ചെയ്ത കേസ്, തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കേസ്. CJP പ്രക്ഷോഭത്തിന് പങ്കെടുത്തതിന് ശേഷമാണ് മറ്റ് നടപടിയിലേക്ക് ചിന്തിക്കുക പോലും ദില്ലി പോലീസ് ചെയ്തതെന്ന് കോടതിയിൽ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അഭിഭാഷകൻ ഈ ഘട്ടത്തിൽ ഒന്നും ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാത്ത ദില്ലി പോലീസ് CJP പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആ ഘട്ടത്തിൽ ജന്തർ മന്ദിറിൽ പൂർണ്ണമായും ഇരുന്ന ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലും അന്ന് കടന്നിരുന്നില്ല. ഇപ്പോൾ ഏത് തരത്തിലുള്ള നടപടി എങ്ങനെ ഉണ്ടായി എന്നടക്കം ഇന്ന് അഭിഭാഷകൻ ഐഷി ഘോഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ചോദിച്ചു. അങ്ങനെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിയറിംഗ് അടക്കമുള്ള നടപടികൾ, തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ നടപടികളിൽ മറ്റൊരു തരത്തിലുള്ള മാറ്റവും എന്തിന് എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് നിലവിൽ പറയുകയാണ്.